ഇതൊരു കേരളത്തിന് അപമാനകരമായൊരു കാര്യമല്ലേ രാഷ്ട്രീയ രംഗത്ത്? ഇതുപോലൊരു അപമാനകരമായ ഒരു കാലഘട്ടം രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര നീചമായി ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകർ അല്ലേ, അവർക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ വന്ന് ആക്രമിക്കുകയല്ലേ? എന്ത് തോന്നിയാസോ അതൊക്കെ? വളരെ മോശപ്പെട്ടൊരു രീതിയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനുള്ള വലിയ ശ്രമം ചില പെൺവാണിഭ സംഘത്തിനും കൊട്ടേഷൻ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ മാഫിയ സംഘത്തെ KPCC ഭയക്കുന്നതായി BJP നേതാവ് C കൃഷ്ണകുമാർ. കോൺഗ്രസിലെ ഗോവിന്ദചാമിയാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗുരുവായ ഷാഫി സ്വീകരിച്ചത്. സതീശന് പോലും രക്ഷയില്ലെന്നും പിന്നെയാണോ MA ഷഹനാസ് എന്നും കൃഷ്ണകുമാർ ചോദിച്ചു. കോൺഗ്രസിലെ ഗോവിന്ദചാമിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഗോവിന്ദചാമിക്ക് അടങ്ങുന്ന മാഫിയ സംഘമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഈ ഗോവിന്ദചാമിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അറിയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന മാഫിയ സംഘം ഗോവിന്ദചാമിമാരെ പോലെയാണ് കോൺഗ്രസിനകത്ത് പെരുമാറുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി യുവതികൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുക. ഈ മാഫിയ സംഘത്തെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത്. VD സതീശനെ വിടാത്ത പാർട്ടിയല്ലേ, സ്വന്തം പാർലമെന്ററി പാർട്ടി നേതാവിനെ വിടാത്ത പാർട്ടിയാണ് കോൺഗ്രസിലെ സൈബർ സംഘം. അപ്പോൾ ഷഹനാസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയെ ഇവർ വെറുതെ വിടില്ലല്ലോ. രാഹുലിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഷാഫി എന്ന് പാലക്കാട് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. 2 വർഷം മുൻപ് രാഹുലിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഷാഫി മിണ്ടിയില്ല. ഷാഫിക്കെതിരെയുള്ള കഥകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഷാഫിയെ പിടിച്ചാൽ രാഹുൽ എവിടെയെന്നറിയാം. ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് ഇതുവരെയായി തുറന്നു പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? ഇത് കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ സമുന്നതനായ നേതാവ് AI ടെക്നോളജിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം 28-ാം തീയതി, ഡിസംബർ 1-ാം തീയതിയാണ് KPCC പ്രസിഡന്റിനോട് 2-ാം തീയതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പത്രസമ്മേളനത്തിൽ 1-ാം തീയതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നവംബർ 28-ാം തീയതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി അയച്ചു. പക്ഷേ ഇവർ അത് പുച്ഛിച്ച് അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമെതിരെ ആരോപണം ഉന്നയിച്ച KPCC സാംസ്കാരിക സാഹിത്യ ജനറൽ സെക്രട്ടറി MA ഷഹനാസിനെതിരെ സൈബർ ആക്രമണം. ജീവനോടെ വെച്ചേക്കില്ലെന്നാണ് ഭീഷണിയെന്ന് ഷഹനാസ് പറഞ്ഞു. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയെങ്കിലും വിവാദമായതോടെ വീണ്ടും ഉൾപ്പെടുത്തി. ഷാഫി പറമ്പിലിന് എല്ലാം അറിയാമെന്നും ഷാഫിയുടെ പ്രതികരണത്തിന് ശേഷം കൂടുതൽ പറയാമെന്നും ഷഹനാസ് പറഞ്ഞു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അനീഷ്, ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ, കാരണം ഷാഫിയുടെ പേരെടുത്താണല്ലോ ആക്ഷേപം. ഷാഫിക്ക് എല്ലാം അറിയാം, ഷാഫി അറിയിച്ചിട്ടുണ്ട്, പക്ഷേ കൃത്യമായ മറുപടിയോ നടപടിയോ ഉണ്ടായിട്ടില്ല. ഷാഫി മിണ്ടിയോ? ഷാഫിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ ഷാഫി പാലക്കാടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൊച്ചിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. തുടർന്ന് വൈകുന്നേരം കോഴിക്കോട്ടേക്ക് എത്തുമെന്നും അറിയിക്കുന്നു. പക്ഷേ നമുക്ക് നേരിട്ട് ഇതുവരെ ഷാഫിയോടോ ഷാഫിയോടൊപ്പമുള്ളവരോടോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. ഓഫീസിലെ ജീവനക്കാരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും ACC സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കുന്ന റോഡ് ഷോ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് കൊയിലാണ്ടിയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും അദ്ദേഹത്തിന്റെ പ്രചരണം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ യോഗത്തിലേക്ക് ഷാഫി പറമ്പിൽ എത്തുമെന്ന ചില സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പോലും കൃത്യമായ ഒരു വിശദീകരണമില്ല. നമ്മൾ എന്തായാലും ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു മറുപടി തേടിയാണ്
ഷാഫിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നത്. ഷാഫി ഇക്കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് ഷാഫിയുടെ പക്കൽ നിന്നും വരിക എന്ന് താൻ നിരീക്ഷിക്കുന്നു. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും. ഷാഫി ഈ താൻ പറഞ്ഞ ആരോപണങ്ങൾ നിഷേധിച്ചാൽ തെളിവുകളടക്കം താൻ പുറത്തുവിടും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവരെ സംസ്കാര സാഹിതിയുടെ ജില്ലാ ഘടകത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇന്നലെ ഈ വാർത്തകൾ പുറത്തു വന്ന വിവാദമായതുകൂടി അവരെ വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാക്കളിൽ നിന്നോ മറ്റുമൊന്നും ഇതുവരെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നതെന്നോ സംബന്ധിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നും അവർ പറയുന്നു. പക്ഷേ അവർ ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ആഞ്ഞടിച്ചാണ് ഇന്നും മാധ്യമങ്ങളെ കണ്ടത്. ഷാഫി പറമ്പലിനാണ് രാഹുൽ മാങ്കൂട്ടൻ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം. ഇത്രയധികം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന് മറുപടി തീർച്ചയായും ഷാഫി പറഞ്ഞു തീരൂ എന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അവർ ഇനി മറുവശത്തു നിന്നും, അതായത് ഷാഫിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേട്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിവാദമുണ്ടായ സമയം മുതൽ പരിശോധിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു പ്രസ്താവന ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി നടപടിയെടുത്തു, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ തുടങ്ങിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന, ഈ പ്രസ്ഥാനത്തിനുള്ളിലുള്ള സ്ത്രീകൾക്ക് പോലും ഭീഷണിയായി മാറുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കൃത്യമായ വിവരം തന്നെ ഷാഫി പറമ്പിലിന് നൽകിയിട്ടും അത് പുച്ഛിച്ചു തള്ളുകയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യൂത്ത് കോൺഗ്രസിലും പാലക്കാട്ടുമൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തുമ്പോഴും അല്ലെങ്കിൽ വായിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതായി ഷാഫി അടിച്ചില്ല എന്ന് തന്നെയാണ് ഷഹനാസ് പറയുന്നത്. എന്തായാലും ഷാഫിയുടെ പ്രതികരണത്തിനായാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഉച്ചതിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തുകൂടി ഉണ്ടായേക്കാം എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം, വലിയ ജനക്കൂട്ടമായിരിക്കും കൊയിലാണ്ടിലെ പ്രചരണ യോഗത്തിലും ഒക്കെ ഉള്ളത്. ഒരുപക്ഷെ ഇന്നലെ പാലക്കാട്ടൊക്കെ നടന്ന പോലെയുള്ള ഒരു പ്രകോപനം പോലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഷഹനാസിന്റെ ഒരു നിലപാട് അനീഷ്, അത് വളരെ കൃത്യമായി തന്നെ അവർ ഇന്നലെ പറഞ്ഞ ആരോപണങ്ങൾ, അതിനുശേഷം ഇന്ന് പറയും തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നു, തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു, പിന്നീട് ആഡ് ചെയ്യുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് മറ്റു നേതാക്കളുടെ പ്രതികരണം കൂടി തേടണം. അവർക്ക് അനുകൂലമായെങ്കിലും ആരെങ്കിലുമൊക്കെ വരണം. അതും ആ പാർട്ടിയിൽ സംഭവിക്കുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ പാർട്ടിയുടെ ഭാഗത്ത് തനിക്കുണ്ട് എന്ന് ഷഹനാസ് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഷഹനാസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള, അതായത് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം MLA ആയ CR മഹേഷാണ് ഈ സംസ്കാര സാഹിതിയുടെ ചെയർമാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം തേടലോ അല്ലെങ്കിൽ എന്താണ് ആ സംഭവം ഉണ്ടായെന്നതിനെ കുറിച്ചൊരു ചോദിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഷഹനാസും ഒക്കെ സംസ്ഥാനതല ഭാരവാഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾ കൂടിയാണ്. ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കളടക്കമുള്ള ആരും അവരോട് ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം തേടിയിട്ടില്ല. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. ഈ സംസ്കാര സാഹിതി പോലുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ ഒരാൾ തന്നെയാണ് ഷഹനാസ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ ചെയർപേഴ്സണായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആൾ കൂടിയൊക്കെയാണ്. പക്ഷേ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു സമ്മർദ്ദം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം നമുക്കറിയാം, പല വനിതാ നേതാക്കളും ഇതിനോടകം തന്നെ തങ്ങളുടെ എതിർപ്പ് പരസ്യമാക്കി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനും ഷമ മുഹമ്മദ് അടക്കമുള്ള ആളുകളൊക്കെ പരസ്യമായി തന്നെ എതിർപ്പ് രംഗത്ത് പറഞ്ഞു വന്നിരിക്കുന്നതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഷഹനാസിനെ വിമർശിക്കേണ്ട ആവശ്യം മുതിർന്ന നേതാക്കൾക്കില്ല. ഒപ്പം ഈ ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ഉന്നയിച്ച കാര്യങ്ങൾക്കും തന്റെ പക്കൽ തെളിവുണ്ട് എന്ന് അവർ വ്യക്തമായി പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഷാഫിയെ വിമർശിക്കുക എന്നതുകൊണ്ടും ഷഹനാസിനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. എന്തായാലും ഇതിൽ മറുപടി പറയേണ്ടത് ഉത്തരവാദി എന്ന് ഷഹനാസ് ആരോപിക്കുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ്. അദ്ദേഹം ആണ് പാർട്ടിയുടെ ഒരു അധികാര കേന്ദ്രമായി ഇപ്പോൾ മാറിയിരിക്കുന്ന ആൾ കൂടിയും. എങ്കിലും ഷാഫി പറമ്പിലിനെതിരായുള്ള വിമർശനം കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ഷഹനാസ് പറയുമ്പോൾ ഷാഫിയാണ് ഇനി മറുപടി പറയേണ്ടത്. ശരി അനീഷ്, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ആ തീരുമാനം കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളവും ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. അറസ്റ്റ് തടയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്.